ഒരു നൂറ്റാണ്ടോളം കേരളീയ വിശ്വാസി സമൂഹത്തിന്റെ ചിന്തകൾക്ക് വെളിച്ചം പകർന്ന സത്യദീപം വാരികയുടെ ശതാബ്ദി ആഘോഷങ്ങൾ കൊച്ചിയിൽ നടന്നു. സാഹിത്യ മാധ്യമ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്ത സംവാദത്തോടെയായിരുന്നു ആഘോഷങ്ങൾ തുടങ്ങിയത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 100 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഒരു മഹത്തായ പ്രസ്ഥാനം. ഞാൻ കേട്ടിട്ടുള്ളത് ഒരു അച്ഛൻ സന്ധ്യ സ്വന്തം സത്യമെന്നും ദീപമെന്നുമുള്ള ബോട്ടുകൾ അത് വിറ്റിട്ടാണ് ഇത് ആരംഭിച്ചതെന്നാണ്. സത്യവും ദീപവും, ദീപം വെളിച്ചമാണ്, രണ്ടും ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സത്യദീപം വാരിക എനിക്ക് തോന്നുന്നേ വത്തിക്കാൻ്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ലൊസർവാത്തോരോ എന്ന വാരികയിലെ ഒരു കേരള പതിപ്പാണ്. ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആമുഖ പ്രഭാഷണം നടത്തി. 1,00,000 രൂപയും ഫലകവും അടങ്ങുന്ന കർദിനാൾ പാറേക്കാട്ടിൽ സത്യദീപം സാഹിത്യ പുരസ്കാരം ടി പത്മനാഭന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. 100 വർഷത്തെ സത്യദീപം പതിപ്പുകളുടെ ഡിജിറ്റൽ ലൈബ്രറി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പ്രകാശനം ചെയ്തു. ഹൈബി ഈഡൻ MP, MLA മാരായ TJ വിനോദ്, മനോജ് മൂത്തേടൻ, വികാരി ജനറൽ ഫാദർ ജിമ്മി പൂച്ചക്കാട്, സാഹിത്യ നിരൂപകൻ പ്രൊഫസർ തോമസ് മാത്യു, ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, ഷൈജു ആന്റണി എന്നിവർ പ്രസംഗിച്ചു. സത്യദീപം ചീഫ് എഡിറ്റർ ഫാദർ മാർട്ടിൻ എടയന്ത്രത് സ്വാഗതവും വിയാനി പ്രിന്റിംഗ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ നന്ദിയും പറഞ്ഞു. 1927 ജൂലൈ 3 മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ മെത്രാപ്പോലിത്തയുടെ കാലത്ത് ധന്യൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛനും ഫാദർ ജേക്കബ് നടുവുശ്ശേരിയും ചേർന്നാണ് സത്യദീപം ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക്, ഷാലോം ന്യൂസ്.